ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെയിൽ വീഡിയോ അല്ല, മഴക്കാലത്തെ ചെടികളുടെ സംരക്ഷണത്തിനെ കുറിച്ച് പറയാനാണ് വന്നത്. കലാത്തിയ പ്ലാന്റ്സ് മഴക്കാലം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അത് നന്നായിട്ട് ധാരാളം തൈകൾ പൊട്ടി വരുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം. അധികം വളമൊന്നും ഈ സമയത്ത് അതിന് കൊടുക്കുകയും വേണ്ട, കാരണം മഴയത്തിരുന്നതെല്ലാം ഡ്രെയിനായി പോവുകയും ചെയ്യും. നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ റോസായിൽ നന്നായി പൂവിടത്തില്ലെന്നേ ഉള്ളൂ, ചെറിയ രീതിയിലൊക്കെ പൂവിട്ടത്തുള്ളൂ. അതെല്ലാം ഒന്ന് ക്ലീനാക്കി പോട്ട് നന്നായി ക്ലീനാക്കി വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഉണങ്ങിയ കമ്പൊക്കെ മുറിച്ച് കളയുകയും അഴുകിയിരിക്കുന്ന മുട്ടൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും. അത് ഇതേപോലെ തന്നെയാണ് ബിഗോണിയയുടെ കാര്യം. ബിഗോണിയയ്ക്ക് പിന്നെ ഈ സമയങ്ങളിലൊന്നും വളവും കൊടുക്കണ്ട. അഗ്ലോണിമയും മഴ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. അതൊക്കെ ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ സമയത്ത് ഇവർക്ക് വളമൊന്നും അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷെയ്ഡിലിരിക്കുകയാണല്ലോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മഴവെള്ളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. 10 മണി അതുപോലെ തന്നെ മഴ അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല. ഇതും ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച ഒരു 10 മണിയാണ്. എപ്പീഷ്യ പ്ലാന്റുകൾ, സക്കുലൻ പ്ലാന്റ്സ്, ഇതൊന്നും മഴ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളല്ല. മഴയത്ത് ഇരുന്നാൽ തന്നെ ചീഞ്ഞു പോകും. ഈ പ്ലാന്റ്സിനൊന്നും അധികം വളവും ഈ സമയത്ത് നൽകേണ്ട ആവശ്യമില്ല. മഴയത്തിരിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്, അതൊക്കെ പൂടാനും ഇച്ചിരി താമസമായിരിക്കും. പോത്തോസ് വെറൈറ്റിക്കൊന്നും മഴ കൊണ്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. പോത്തോസ്, സിങ്കോണിയം, അതൊക്കെ നന്നായിട്ട് പടർന്നു കയറും. ഫിലോഡെൻഡ്രോണ്, കലേഡിയം, ഇതൊന്നും മഴയത്ത് ഒരു പ്രശ്നമുള്ള പ്ലാന്റ്സേ അല്ല. അത് നന്നായിട്ട് പടർന്ന് എവിടെ വേണമെങ്കിലും കയറും. നന്നായിട്ട് ഇലകളൊക്കെ വരുന്ന ഒരു സമയമാണ് കലേഡിയത്തിന് ഈ ഒരു മഴക്കാലം. പോയ കലേഡിയമൊക്കെ തിരിച്ചു വരുന്ന സമയമാണ്. ആമ്പലും അതുപോലെ അതിനകത്ത് ആൽഗയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വളം എത്ര കൊടുത്താലും മഴ പെയ്യുമ്പോൾ ആ വെള്ളം അങ്ങ് ഓവർഫ്ലോ ആയി പോവുകയും ചെയ്യും. അപ്പം വളം അതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഒച്ചൊക്കെ ധാരാളം കാണും. ഈ ഫേൺസും ഇതുപോലെ മഴ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ സമയത്തൊക്കെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഏറ്റവും നല്ലൊരു ടൈമാണ് മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ ഫെർട്ടിലൈസർ, കെമിക്കൽ ഫെർട്ടിലൈസർ എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മഴയത്ത് അത് സോയിലൂടെ പോവുകയും ചെയ്യും. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ചട്ടികളായിരിക്കണം. ഫേൺസിൻ്റെയും പ്രൊപ്പഗേഷൻ ധാരാളം തൈകൾ വരുന്നൊരു ടൈമാണിത്. ചൂട് കാലത്താണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വാടിയൊക്കെ പോകും. സിങ്കോണിയം, പോത്തോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നന്നായിട്ട് മഴ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ്. ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നല്ലൊരു ടൈമാണ്. പിന്നെ ബൊഗൈൻവില്ല പോലുള്ള ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്താനും നല്ലൊരു ടൈമാണ് ഇത്. ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തുകയും ചെയ്യാം. പിന്നെ ആ സമയത്തൊക്കെ അതിന് ഫംഗിസൈഡും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ പോട്ടിംഗ് മിക്സൊക്കെ നല്ല ഡ്രെയിനേജ് പോലുള്ളതാണോ എന്ന് ശ്രദ്ധിക്കണം. ഈ ബിഗോണിയ ഒരു നാടൻ ടൈപ്പ് ബിഗോണിയാണ്. ഇത് പക്ഷേ മഴയത്തിരിക്കുന്ന ഒരു ബിഗോണിയ. ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കുന്ന ഒരു ബിഗോണിയാണിത്. ഡ്രെയിനേജ് ഹോള് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നല്ല വെള്ളം ഇങ്ങനെ കെട്ടി നിന്നാൽ അത് എപ്പം വേണമെങ്കിലും ചീഞ്ഞു പോകും. പോത്തോസിനും പെഡിലാന്തസും ഒന്നും മഴ ഒരു വിഷയമേ അല്ല. അത് മഴയായാലും വെയിലായാലും എല്ലാം അത് കൊണ്ടുകൊണ്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഈ സമയത്ത് വളം അധികം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓർഗാനിക് വളം തീരെയും കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഈ സമയത്ത് നമ്മൾ കെയർ ചെയ്യേണ്ട ഫംഗൽ അറ്റാക്ക് അതൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ മഴ നനഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനൊരു ചെറിയ രീതിയിലൊരു ചീച്ചിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാഫ് അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. ഈ ബിഗോണിയയുടെ ഒക്കെ ഇലകളിൽ എന്തെങ്കിലും കീടങ്ങളോ പുഴുക്കളോ ഒക്കെ വരാതിരിക്കാനാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഈ സാഫൊക്കെ ഇട്ട് കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ എന്തോ പുഴു വന്ന് ഇത് കടിച്ച് ഒക്കെ എടുത്താണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം. ഇതിൻ്റെ ലീഫിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ. പോട്ടിംഗ് മിക്സ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഡ്രെയിനേജ് ഹോൾ ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ടുള്ള പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വെള്ളം കെട്ടി നിൽക്കരുത്.